പെരുമ്പാവൂരുകാരെ ത്രസിപ്പിച്ചുകൊണ്ട് ഒഡീഷയുടെ തനത് നൃത്ത കലാരൂപമായ ഗോട്ടിപ്പൂവ അവതരിപ്പിച്ച കലാകാരന്മാർ. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള സംസ്കാരങ്ങളും കലാരൂപങ്ങളും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ രായമംഗലം ഗ്രാമപഞ്ചായത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. രാജ്യത്ത് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കലാരൂപങ്ങളെ തനിമ ചോരാതെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന സ്പിക് മെക്കയുടെ നേതൃത്വത്തിലാണ് ഒഡീഷയിലെ കലാകാരന്മാർ പെരുമ്പാവൂരിൽ ഗോട്ടിപ്പൂവ അവതരിപ്പിച്ചത്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ നൃത്തരൂപ അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ പെരുമ്പാവൂരിൽ വളയഞ്ചിറങ്ങരയിലെത്തിയത്. പത്ത് മുതൽ 15 വയസ്സുവരെ പ്രായക്കാരായ ആൺകുട്ടികളാണ് പെൺവേഷം കിട്ടി അരങ്ങിലെത്തിയത്. ഒറീസയിൽ നിന്നുള്ള ഗോട്ടിപ്പൂവ എന്ന് പറയുന്ന ട്രഡീഷണൽ സംഘനൃത്തം പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അത് നമുക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാ സ്കൂളുകളിൽ നിന്ന് പ്രതികരിച്ച കുട്ടികളുണ്ടായിരുന്നു. അവർ വളരെ ആസ്വദിച്ച് ഈ കലാരൂപത്തെ പരിചയപ്പെടുകയും അത് മാത്രമല്ല അവർ വളർന്നു വരുമ്പോൾ ഇതുപോലെ മറ്റ് കലാരൂപങ്ങൾ പരിചയപ്പെടുന്നതിനൊക്കെ അവർക്കൊരു പ്രചോദനം നൽകുന്ന ഒരു പരിപാടിയായി മാറി. പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ അരങ്ങേറി വന്നിരുന്ന ദേവദാസി നൃത്തമാണ് ഗോട്ടിപ്പൂവ ആയത്. ദേവദാസി നൃത്തം ഒരു കാലത്ത് നിലച്ചുപോയി. പിന്നീട് ചടങ്ങുകളായിട്ട് നിലനിർത്തുന്നതിന് വേണ്ടി ആൺകുട്ടികളെ പെൺവേഷം കെട്ടിച്ച് അത് തുടരുകയായിരുന്നു. ഗോട്ടി എന്നാൽ ഒന്ന് എന്നും പൂവ എന്നാൽ കുട്ടികൾ എന്നുമാണ് അർത്ഥം. ഒരു കുട്ടിയിൽ തുടങ്ങിയ ഗോട്ടിപ്പൂവ ഇപ്പോൾ കലാകാരന്മാരുടെ ഒരു സംഘമാണ് അവതരിപ്പിക്കുന്നത്. ഭുവനേശ്വരിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് പെരുമ്പാവൂരിലെത്തിയത്. ഒരു കാലത്ത് പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ ദേവദാസി നൃത്തം ഒരു അനുഷ്ഠാന ചടങ്ങായി നടന്നു വന്നിരുന്നു. മഹാരീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗമായിരുന്നു അത്രേ അത് നടത്തി വന്നിരുന്നത്. ഇടക്കാലത്ത് വെച്ച് അത് നിർത്തലാക്കപ്പെട്ടു. പിന്നീട് ആ അനുഷ്ഠാന ചടങ്ങ് തുടരുവാനായിട്ട് ആൺകുട്ടികൾ പെൺകുട്ടികളുടെ വേഷവിധാനത്തോടുകൂടി നൃത്തം ചെയ്യാൻ തുടങ്ങി. അഷ്ടപതി ബേസ് ചെയ്തിട്ടായിരുന്നു ആ നൃത്തമെല്ലാം ചെയ്തു വന്നിരുന്നത്. അത് പിന്നീട് കുട്ടികളുടെ എണ്ണം കൂടി സ്റ്റൈലൈസ് ചെയ്തു ഇന്ന് തിയേറ്റർ രൂപത്തിലേക്ക് എത്തിച്ചേർന്നു. നൃത്തം കാണാനായി എത്തിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കലാകാരന്മാർ ഗോട്ടിപ്പൂവയുടെ രീതികളും പരിചയപ്പെടുത്തി കൊടുത്തു. ന്യൂസ് മലയാളം, കൊച്ചി.